ഹായ് നമസ്കാരം, ഞാൻ ഷാൻ. ഒരു പുതിയ ഫോൺ വാങ്ങിക്കണം എന്ന് ചിന്തിക്കുന്ന സമയത്ത് അതും ഒരുപാട് വിലയൊന്നും കൊടുക്കേണ്ട ഒരു മീഡിയം റേഞ്ചിൽ ഒരു കൊള്ളാവുന്ന ഫോൺ ഏതായിരിക്കും എന്ന് നമ്മുടെ മനസ്സിലൊരു കൺഫ്യൂഷൻ തോന്നും. അങ്ങനെ തോന്നുന്ന സമയത്ത് നമ്മുടെ മുമ്പിലേക്ക് ഒരുപാട് ഫോണുകൾ വരും. MI, റിയൽമി, OnePlus, സാംസങ് അങ്ങനെ പല ഫോണുകളും വരും. ഇതിലേതാണ് ഞാൻ വാങ്ങിക്കേണ്ടത് എന്ന കൺഫ്യൂഷൻ തോന്നുന്ന സമയത്ത് ഇതിൽ നിന്ന് ഒന്ന് ചൂസ് ചെയ്യാൻ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടും. അപ്പോൾ ഒരു മീഡിയം റേഞ്ചിൽ നമുക്ക് വാങ്ങിക്കാൻ കൊള്ളാവുന്ന ഒരു ഫോണിനെ പരിചയപ്പെടുത്തുകയാണ് ഇന്ന് ഈ വീഡിയോയിൽ. എന്നാൽ പിന്നെ സമയം കളയണ്ട, ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് സാംസങ്ങിൻ്റെ F22 എന്ന് പറയുന്ന മോഡൽ ഫോണിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഫോൺ ഒരു ന്യൂലി ഇൻട്രൊഡ്യൂസ്ഡ് ആയിട്ട് ഈയിടെ വന്ന ഫോണൊന്നുമല്ല. ഇത് കുറച്ച് കാലങ്ങളായിട്ട് ഈ മാർക്കറ്റിൽ തന്നെ ഉള്ള ഒരു ഫോണാണ്. പക്ഷേ സ്റ്റിൽ ഇറ്റ് ഈസ് ഒരു ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു ഫോണാണ്. അപ്പോൾ അത്യാവശ്യം ഒരു മീഡിയം റേഞ്ചിൽ നമുക്ക് വാങ്ങിക്കാൻ കൊള്ളാവുന്ന ഒരു ഫോൺ ആയ ഒരു ഫോണാണിത്, സാംസങ്ങിൻ്റെ F22 എന്ന് പറയുന്ന ഫോൺ. ഇത് നമ്മൾ വാങ്ങിയിരിക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ആദ്യം നമുക്ക് ഈ ബോക്സിനെ ഒന്ന് തുറക്കാം. നമ്മുടെ ഫോൺ ഈ ബോക്സ് വിട്ട് പുറത്തേക്ക് വരാൻ പോവാണ്. ഇതാ കണ്ടോളൂ, ടെങ് സാംസങ് ഗാലക്സി F22. ഇതാണ് ഫോണിൻ്റെ ഫസ്റ്റ് ലുക്ക്. അപ്പോൾ ഫസ്റ്റിൽ കാണുമ്പോഴേ തന്നെ നമ്മുടെ മനസ്സിന് ഒരു സന്തോഷമൊക്കെ തോന്നും. കുഴപ്പമില്ലാത്തൊരു ഇംപ്രഷനാണ് തരുന്നത്. ഇനി ഇതിനെ പുറത്തേക്ക് എടുത്ത് കഴിയുമ്പോഴത്തേക്കും കണ്ടല്ലോ, ഒരു പ്രീമിയം ലുക്കൊക്കെ ഉണ്ട്. അത് ഓഫ് കോഴ്സ് സാംസങ്ങിൻ്റെ ഫോണിന് എപ്പോഴും അതുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിവേ, ഈ ഫോൺ ഫസ്റ്റ് ലുക്കിൽ കൊള്ളാം. ഇനി നമുക്ക് ഇതിൻ്റെ ബോക്സിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ചാർജറുണ്ട്, അതിനോട് ചേർന്ന് തന്നെ നമ്മുടെ ഡേറ്റ കേബിൾ ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ചാർജറിനും കൂടി യൂസ് ചെയ്യാവുന്ന കേബിളുണ്ട്. ഇനി ഈ ബോക്സിൻ്റെ അകത്ത് എന്താ ഉള്ളതെന്ന് നോക്കിയാൽ ഇതിൻ്റെ അകത്തൊന്നുമില്ല. ഇനി ഇപ്പുറത്തെ ബോക്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ചെറിയൊരു ബോക്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനി കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഒന്ന് നോക്കാം. ഇതിൻ്റെ പുറകുവശത്ത് നമ്മളുടെ സിം ഇജക്റ്റിംഗ് പിൻ ഇരിപ്പുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കിയാൽ ഇതിൻ്റെ അകത്ത് എന്താ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. പ്രത്യേകിച്ചൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. സാധാരണ രീതിയിൽ അത് തന്നെ ഞാൻ പറയാൻ വരുമായിരുന്നു. അതായത് നമ്മുടെ ഫോണിൻ്റെ കാറ്റലോഗും നമ്മൾ സാധാരണ രീതിയിൽ തുറന്നു നോക്കില്ലാത്ത മാറ്റി വയ്ക്കുന്ന ആ സാധനങ്ങളും ഗ്യാരണ്ടി കാർഡൊക്കെയാണ്. എന്തായിരുന്നാലും ഗ്യാരണ്ടി കാർഡൊക്കെ ഉള്ളതല്ലേ, അത് നമുക്ക് കൂടെ വച്ചേക്കാം. അപ്പോൾ ഇതല്ലാതെ മറ്റൊന്നും ഇതിൻ്റെ അകത്തില്ല. അപ്പോൾ ഫോണിൻ്റെ കൂടെ വരുന്നത് ഇത്രയേ ഉള്ളൂ: ചാർജറും അതിൻ്റെ ഡേറ്റ കേബിള്, ഫോണ്, പിന്നെ സിം ഇജക്റ്റിംഗ് പിൻ. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഫോണിലേക്ക് തന്നെ കിടക്കാം. അപ്പോൾ ഫോണിൻ്റെ പുറവശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഫോണിൻ്റെ കളറ്. ഡെനിം ബ്ലൂ എന്ന് പറയുന്ന കളറാണിത്. അത്യാവശ്യം നല്ല ഒരു പ്രീമിയം ലുക്കുള്ള നല്ല കളർ തന്നെയാണ്, ഒരു സംശയം വേണ്ട, നല്ല കളറാണ്. അപ്പോൾ ഇതാണ് ബേസിക്കലി നമ്മൾ ഫോണിനെ കുറിച്ച് കാണാനുള്ള കാര്യങ്ങൾ. ഫോണിൻ്റെ ചുറ്റും കുറച്ച് പ്ലാസ്റ്റിക് കവറിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് റിമൂവ് ചെയ്യാം. എന്നാലാണ് നമുക്ക് ആ ഫോണിൻ്റെ യഥാർത്ഥ ഭംഗി കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊന്ന് റിമൂവ് ചെയ്ത് നോക്കാം. ഫോണിൻ്റെ ഒരു ലുക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായം വളരെ നല്ല അഭിപ്രായമാണ്. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പ്രീമിയം ലുക്കുള്ള നല്ല ഫോണാണ്. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കാം. അപ്പോൾ അത് ഒന്ന് ഓണാക്കി അതിൻ്റെ ഡിസ്പ്ലേ ക്ലാരിറ്റി എങ്ങനെയുണ്ട്, ക്യാമറ എങ്ങനെയുണ്ട്, അങ്ങനെയുള്ള മറ്റു കാര്യങ്ങൾ നമുക്ക് ഇതൊന്ന് ഓണായി ഇതിൻ്റെ ഒരു പ്രാഥമികമായ കുറച്ച് ഘട്ടങ്ങളുണ്ടല്ലോ രജിസ്റ്റർ ചെയ്യാനുള്ളതൊക്കെ, അതൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. നമ്മുടെ ഫോൺ ഓണായി കഴിഞ്ഞു. നമുക്കപ്പോൾ ഇതിൻ്റെ മറ്റ് ഫീച്ചേഴ്സൊക്കെ ഒന്ന് നോക്കാം. ഇതിൻ്റെ RAM 6GB ആണ്. റോം ഇൻറ്റേർണൽ മെമ്മറി 128GB ആണ്. അതുപോലെ പ്രോസസ്സർ വരുന്നത് MediaTek Helio G80 എന്ന് പറയുന്ന ഒക്ടാ കോർ 2 GHz
പ്രോസസ്സറാണ്. അത്യാവശ്യം അപ്പോൾ നല്ല പെർഫോമൻസ് നമുക്ക് പ്രതീക്ഷിക്കാം ഇതിൽ നിന്ന്. അതുപോലെ റെയർ ക്യാമറ എന്ന് പറയുന്നത് 4 എണ്ണമാണ്. 48 MB, 8 MB, 2 MB + 2 MB ഇങ്ങനെ 4 ക്യാമറകളാണ് പുറകിൽ വരിക. ഫ്രണ്ട് ക്യാമറ ആണെങ്കിലും നമ്മളുടെ സെൽഫിക്ക് വേണ്ടി വരുന്നത് 13 MB വരുന്നുണ്ട്, 13 MB മോശമാവില്ല. അതുപോലെ ഡിസ്പ്ലേ വരുന്നത് 6.4 ഇഞ്ചാണ്. അതുപോലെ ബാറ്ററി 6000 mAh ഉണ്ട്. അപ്പോൾ 6000 mAh എന്ന് പറയുമ്പോൾ അത്യാവശ്യം ബാറ്ററി ബാക്കപ്പ് നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ ഈ ഫോൺ 4G ഉള്ളൂ, 5G സപ്പോർട്ട് ഇല്ല. ഇപ്പോൾ ഇറങ്ങുന്ന പല ഫോണുകളെയും വെച്ച് നോക്കുമ്പോൾ അത് വേണമെങ്കിൽ നമുക്കൊരു നെഗറ്റീവായിട്ട് കാണാൻ പറ്റും. സിം ഡ്യുവൽ സിം നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ മെമ്മറി കാർഡ് നമുക്ക് യൂസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞേക്കുന്ന കാര്യങ്ങളല്ലേ. ഇനി ഇതിന് പ്രാക്ടിക്കലി ഒന്ന് യൂസ് ചെയ്ത് നോക്കിയതിന് ശേഷം ഇത് എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാനിപ്പോൾ പറയാം. കുറച്ച് ദിവസത്തെ ഉപയോഗത്തിന് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു, പക്ഷേ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ മറന്നുപോയി. അത് ഇതിൻ്റെ വിലയാണ്. അപ്പോൾ ആ വിലയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അത്യാവശ്യം 128 GB ഇൻറ്റേർണൽ മെമ്മറി കിട്ടുന്ന, 6 GB റാം കിട്ടുന്ന, 4 ക്യാമറകളൊക്കെയുള്ള അത്യാവശ്യം ഒരു ഫോണിന് വേണ്ടുന്ന റേഞ്ച് വിലയുള്ളൂ. ഇതിന് 14,999 രൂപയാണ് എനിക്ക് മുടക്കായത്. ചില സമയത്തൊക്കെ വില ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാഞ്ചാടി നിൽക്കാറുണ്ട്. എന്തായിരുന്നാലും ഒരു 15,000 ചുറ്റുവട്ടത്ത് കിട്ടുന്ന ഒരു ഫോണാണിത്. ഇനി ഞാനിത് ഉപയോഗിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതിൻ്റെ അകത്ത് ആദ്യമേ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം പറയാനുള്ളത് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പാണ്. അത്യാവശ്യം ഒരു ദിവസം നല്ല രീതിയിൽ ഞാൻ യൂസ് ചെയ്തതിന് ശേഷവും വൈകുന്നേരമൊക്കെ ആയി കഴിയുമ്പോഴും ഒരു ഓൾമോസ്റ്റ് ഹാഫ് ബാറ്ററി ഉണ്ട്. ഇപ്പോൾ ഒരു 50% ഒക്കെ ബാറ്ററി കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. 6000 mAh ഉണ്ടല്ലോ, അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഗുണം ഉണ്ടാവും. അതുപോലെ തന്നെ 6000 mAh ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെ ഇതിൻ്റെ ഫോണിന് ഒരു പക്ഷേ മറ്റ് പല പ്രീമിയം ഫോണുകളെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഇത്തിരി വെയിറ്റ് ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം തോന്നി. അപ്പോൾ കുഴപ്പമില്ല, ബാറ്ററി ബാക്കപ്പ് ഉള്ളതുകൊണ്ട് നമുക്കത് ചങ്ങ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ബാറ്ററി ഓക്കെ. ഈ അടുത്തതായിട്ട് ഇതിൻ്റെ ക്യാമറയെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറ അത്യാവശ്യം ക്ലാരിറ്റിയൊക്കെയുള്ള ഒരുവിധം ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് താല്പര്യപ്പെടുന്ന ആളുകൾക്ക് അവരെ ഹാപ്പി ആക്കുന്ന രീതിയിലുള്ള ക്ലാരിറ്റി ഉണ്ട്. എന്ന് വിചാരിച്ച് അങ്ങ് ടോപ്പാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ട്. സെൽഫിയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ കൊള്ളാം എന്നൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ കുഴപ്പമില്ല. ക്യാമറയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും ടോപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ റേഞ്ചിൽ വരുന്ന ഫോണുകളെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ക്യാമറ ഇസ് ഗുഡ്. പുറവശത്തെ ക്യാമറയും മുമ്പശത്തെ ക്യാമറയും നല്ലതാണ്. അതുപോലെ ഇതിൻ്റെ ശബ്ദത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോസിറ്റീവായി തന്നെ നമുക്കതിനെക്കുറിച്ച് പറയാൻ പറ്റും. നമ്മൾ ഫോണിൽ സംസാരിക്കുമ്പോഴായാലും അല്ലാതെ മ്യൂസിക് പ്ലേ ചെയ്യുന്ന സമയത്താണെങ്കിലും ഇതിൻ്റെ ശബ്ദം അത്യാവശ്യം നല്ല ശബ്ദമുണ്ട്. അപ്പോൾ ഇതിൻ്റെ വോയിസ് ഈസ് ഗുഡ്. നല്ല രീതിയിൽ തന്നെ നമുക്ക് മ്യൂസിക് എൻജോയ് ചെയ്യാനും ഫോൺ വിളിക്കുമ്പോഴാണെങ്കിലും നമുക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള ശബ്ദമാണ് കിട്ടുക. അതുപോലെ ഫോൺ ഹാങ് ആവുന്ന രീതിയിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെയും അങ്ങനത്തെ ഒരു പ്രശ്നവും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഹെവി ആയിട്ടുള്ള ഒരു സാധനവും ഇതിൻ്റെ അകത്ത് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല എന്നുകൂടി അതിൻ്റെ ഒപ്പം പറയണം. അതുകൊണ്ട് എന്തായാലും ഇതുവരെയും അത്തരം പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. 6 GB റാമൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ ഞാൻ പിന്നീട് കമൻ്റായിട്ട് അറിയിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ഫോണിനെ കുറിച്ച് പെട്ടെന്ന് പറയാൻ കിട്ടുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഈ ഫോൺ വാങ്ങിക്കണോ വേണ്ടയോ എന്നൊരു ചോദ്യം എൻ്റെ അടുത്ത് ഒരു യെസ് ഓർന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യെസ് എന്ന് തന്നെ പറയാം. അതിൻ്റെ ഒപ്പം തന്നെ ഞാനൊരു കാര്യം കൂടി പറയുന്നു. നിങ്ങൾക്കൊരു 5G സപ്പോർട്ടഡ് ആയിട്ടുള്ളൊരു ഫോണാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഉടനെ തന്നെ നമ്മുടെ നെറ്റ്വർക്ക്സ് ഒക്കെ 5Gയിലേക്ക് മാറും, അപ്പോൾ എനിക്ക് ഫോൺ മാറാൻ പറ്റില്ല എന്നൊക്കെ ചിന്തിക്കുന്നവരാണെങ്കിൽ ഇതിൻ്റെ കൂടുതലൊരു 3000 കൂടിയൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഒരു 5G സപ്പോർട്ടഡ് ആയിട്ടുള്ള ഫോണുകൾ കിട്ടാനുണ്ട്. സാംസങ്ങിൻ്റെ തന്നെ കിട്ടാനുണ്ട്. സോ അത് നിങ്ങൾക്ക് ആലോചിക്കാവുന്ന ഒരു ഓപ്ഷനാണ്. എന്തായിരുന്നാലും അത്യാവശ്യം ഈ ഫോണിനെ കുറിച്ച് എൻ്റെ മനസ്സിൽ വന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻസ് ആയിട്ട് അറിയിക്കാവുന്നതാണ്. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കൂടി വീഡിയോയ്ക്ക് താഴെ കമൻസ് ആയിട്ട് അറിയിക്കുക. ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയിൽ ബൈ ഫ്രം SP ജംഗ്ഷൻ. താങ്ക് യു.